നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനമായി ചർച്ച ചെയ്ത വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി, വിവരശേഖരണം തുടങ്ങി. ഒരുമാതിരിപ്പെട്ട ദേവസ്വം ബോർഡിൽ ഇതുവരെ ജോലി ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും, ഏതാണ്ട് 10 പേരെ, എ പത്മകുമാറിനെ അടക്കം, കെ പി ശങ്കർദാസിനെ, രാഘവനെ അടക്കം പ്രതി ചേർത്താണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അപ്പം വൻ കൊള്ളയാണ്, തീവെട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അന്വേഷണം പൂർത്തിയാകട്ടെ. അതിനിടയിൽ 98 മുതൽ ശബരിമലയിൽ എന്തൊക്കെ തീരുമാനങ്ങളുണ്ടായി, എന്തൊക്കെ നടപടികൾ ഉണ്ടായി, അതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കണം എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. തനിക്ക് എല്ലാത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. താൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതായി ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിഞ്ഞാൽ താൻ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്, പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയായാലും 98 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് സധൈര്യം അദ്ദേഹം പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന, ഈ 2025 നടന്ന പല കാര്യങ്ങളിലും PS പ്രശാന്തിനും സമ്പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും, മറ്റ് മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് എന്തൊക്കെയാണ്. ഏതാനും ദിവസം മുൻപാണ് ദേവസ്വം വിജിലൻസ് ഓഫീസറായിരുന്ന V ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് 95% ദേവസ്വം ഉദ്യോഗസ്ഥരും കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്ന്. അപ്പം ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ കുത്തിവാരിക്കൊണ്ട് പോയിട്ടുണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഒരുത്തനെയും വെറുതെ വിടരുത്. അമ്പലം വിഴുങ്ങികൾ എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവരെയൊക്കെ കാണുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 23-ാം തീയതി ശിവഗിരി മഠം സന്ദർശിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയുടെ ശതാബ്ദി ആചാര പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലാണ് ദ്രൗപദി മുർമു പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ദ്രൗപദി മുർമുവിനെ ശിവഗിരി മഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മുടെ രാഷ്ട്രപതി കൂടി എത്തുകയാണ്. മഹാനായ മഹാഗുരുവിൻ്റെ ആ മഹാസമാധിയുടെ ശതാബ്ദിയിൽ അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ ചടങ്ങുകളും ഒക്കെ തന്നെ ഇനിയിപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കും. വിവിധ പരിപാടികൾ, ചടങ്ങുകൾ, പ്രത്യേക പൂജകൾ ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തും. പ്രാർത്ഥനകളൊക്കെ തന്നെ നടത്തും. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നോണം എന്നുള്ള നിലയ്ക്കാണ് ശ്രീമതി ദ്രൗപദി മുർമു ശിവഗിരി മഠത്തിൽ എത്തുന്നത്. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കണം, പെൺകുട്ടികൾ പകൽ പുറത്തിറങ്ങരുത്. ഇതാരുടെ വാക്കുകളാണെന്നല്ലേ? മമതാ ബാനർജി എന്ന ഒരു മുഖ്യമന്ത്രി, സ്ത്രീ കൂടിയായ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. പശ്ചിമബംഗാളിൽ വീണ്ടും മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. പെൺകുട്ടി എന്തിനു പുറത്തിറങ്ങി? രാത്രിയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിക്കാനും ജോലിയുടെ ഭാഗമായിട്ടുമൊക്കെ പുറത്തിറങ്ങാറുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഏത് സമയവും പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് സ്റ്റേറ്റാണ്. അന്വേഷണ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമാണ്, പോലീസും അങ്ങനെയുള്ള ഏജൻസികളാണ്. അതൊക്കെ കൃത്യവിലോപം കാട്ടിയിട്ട് പെൺകുട്ടി എന്തിനു പുറത്തിറങ്ങി എന്ന് പണ്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, പെണ്ണുള്ളിടത്ത് അല്ലെങ്കിൽ സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ, പെൺകുട്ടി എന്തിനു പുറത്തിറങ്ങി? പെൺകുട്ടികൾ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കണം. എല്ലാവരും കരാട്ടയും കുങ്ഫുവും പഠിച്ച് കത്തിയും തോക്കുമായി നടക്കാൻ പറ്റുമോ? ഒന്നുമില്ല. നിരുത്തരവാദപരമായ, വളരെ തരം താണ ഒരു പ്രസ്താവനയായിപ്പോയി മമതാ ബാനർജി നടത്തിയത് എന്ന് പറയാതെ വയ്യ. ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാർ നിരുത്തരവാദപരമായ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ ആളുകളുടെ സുരക്ഷ, അവരുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷ ഒക്കെ ഏത് നിലവാരത്തിലെത്തും? ബംഗാൾ തകർന്ന് അടിയുകയാണ് എല്ലാ മേഖലകളിലും. ഈ സ്ത്രീ ബംഗാളിനെ തകർക്കുകയാണ്. നേരത്തെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്നതിനേക്കാൾ കഷ്ടമായിരിക്കുന്നു ബംഗാളിൻ്റെ അവസ്ഥ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബംഗാളികൾ കൂട്ടത്തോടെ നമ്മുടെ നാട്ടിലേക്ക് കൂടിയാണല്ലോ വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. ഇന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതലും മുഴച്ച് നിന്നത്. അതുപോലെ അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള അഭിപ്രായങ്ങളും ഒക്കെ തന്നെ പലരും മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടു. ഓട്ടപ്രദക്ഷിണത്തിൻ്റെ ഈ ലക്കം പൂർത്തിയാകുന്നു. വീണ്ടും നാളെ കാണാം.